ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കറ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. സാരി ഹോളാണ് കേട്ടോ. 5 സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അമ്മയ്ക്ക് ഏതാണ് ഇഷ്ടമായത്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി കാര്യം പറയാൻ വന്നതാണ്. ആമസോണിൽ വന്നിട്ട് ആമസോൺ പ്രൈം ഡേ സെയിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. 20 ജൂലൈ ടു 21 ജൂലൈ വരെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഏകദേശം 1500 പരം ബ്രാൻഡിന്, ടോപ്പ് ബ്രാൻഡിന് വന്നിട്ട് നമുക്ക് 50 to 80% ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസം തന്നെ ഡെലിവറി പോസിബിൾ ആകുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അത് മാത്രമല്ല, ഞാൻ വാങ്ങിച്ച സാരികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ അമ്മയ്ക്ക് ഏതാണ് ഇഷ്ടമായെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇച്ചിരി ട്രെൻഡായിട്ടുള്ള ടൈപ്പാണ്. അതിൽ എല്ലാം അമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ല കേട്ടോ. ഒന്ന് ഞാൻ പറയാം, അത് കാണുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇമാജിനൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇഷ്ടമായിട്ടുള്ള ഒരു ഗ്രീൻ, ഒരു തളിര് പച്ചയും അതുപോലെ ബ്ലാക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റായിട്ട് വരുന്ന പ്രിൻ്റ് മീൻസ് ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന സാരിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത്, മിക്കതിൻ്റെ പ്രൈസ് വരുന്നത് 600 ബിലുവാണ്. ഒരു 599, 568, 598, 88 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി വൈസ് ഒക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു, കുറേ എണ്ണം ഇഷ്ടമായിട്ടുണ്ട്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അമ്മയും ചൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലൊന്ന് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, അതും ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും എല്ലാം നന്നായിട്ടില്ലേ. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ഇത് അഖിലം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. ബംഗാൾപുരി സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ബ്ലൗസും അറ്റാച്ച്ഡ് ആണ്. അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. ഈ ഒരു പ്രൈസിന് വന്നിട്ട് ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സാണ് കേട്ടോ. ഇനി സപ്പോസ് ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം നല്ല ഒതുങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ അമ്മ കൊടുത്തിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇത് അമ്മ ചൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചൊരു സംഭവം. ഇതും 500 സംതിങ് റേറ്റിൽ വരുന്നതാണ് കേട്ടോ. നല്ലൊരു പച്ച, ഒരു കരിമ്പച്ച കളറിലുള്ള, ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് അമ്മക്ക്, എൻ്റെ അമ്മയെ പോലുള്ളവർ അത് ചൂസ് ചെയ്യില്ല. സോ ഞാൻ ഇത് റിട്ടേൺ കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഞാൻ പിന്നെ അധികം സാരി യൂസ് ചെയ്യുന്നില്ലല്ലോ, നമ്മളത് വാങ്ങി വെച്ചതുകൊണ്ട് കാര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് റിട്ടേൺ അടിക്കാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു പ്രൈസിനും ഇത് അമ്മക്കും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ചൊരു ഫാൻസി മോഡൽ പോലെ തോന്നുന്നുണ്ട്. കാരണം അമ്മയുടെ ഒരു ഏജിൽ അമ്മ കുറച്ച് കോട്ടൺ, ഷിഫോൺ ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ച് ട്രാൻസ്പെറൻറ്റ് പോലെ തോന്നുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ ഏജിലുള്ളവരൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പക്ക സൂപ്പറാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എന്നുള്ളതും കൂടെ പറയാൻ മറക്കല്ല കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പേഴ്സണലി എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ മോസ്റ്റ്ലി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ അഖിലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് പറയാൻ കാരണം വെച്ചാൽ കുറച്ച് കളക്ഷൻ ഉള്ളതുപോലെ തോന്നി. എല്ലാം ഒന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു അമ്മയുടെ ഒരു ഇതും എനിക്കും കൂടെ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. ഞങ്ങൾക്ക് രണ്ടൊക്കെ മാറി എടുക്കാം എന്നുള്ള തരത്തിലുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ ഇതിപ്പോൾ എന്തായാലും അമ്മ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ അങ്ങനെ സാരി യൂസ് ചെയ്യുന്ന ആളേ അല്ല. മുൻപ് പഠിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് സാരി മസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഫാൻസി സാരി നമ്മൾ ടീച്ചിങ്ങിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്നല്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എന്ത് ചെയ്യണം, ഇതാണ് അവസ്ഥയുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു സമയത്തായതുകൊണ്ട് നല്ല ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അഖിലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് ഒരു എന്താ പറയുക, ബ്ലാക്കിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഞാൻ ആദ്യം കണ്ടതിൽ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമുക്ക് ഒത്തിരി ബ്ലാക്ക് ഉള്ളത് കൊണ്ട് അമ്മ പറഞ്ഞെങ്കിൽ എടുക്കുന്നത് ഫുൾ ബ്ലാക്ക് ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. സോ ഞാൻ എടുക്കുമ്പം ഈ ബ്ലാക്കിലേക്ക് ഇങ്ങനെ കണ്ടുപോകും. ബ്ലാക്ക്, ഗ്രീൻ ഇതിലൊക്കെ എൻ്റെ കണ്ണിന് എന്ത് ചെയ്യണം, അതങ്ങനെയായിപ്പോയി. അപ്പോൾ
ഇതാണ്. എനിക്ക് ഇതിൻ്റെ തന്നെ കുറേ കളർ അതുപോലെ ഡിസൈൻസ് മാറിയിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ കൂട്ടത്തിൽ എനിക്ക് ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. പ്രിന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ അജ്രക് ബ്ലോക്ക് പ്രിന്റ് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ മീൻസ് ആ ഒരു പ്രിന്റാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണല്ലോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 600 ബിലോ ആണ്. എല്ലാത്തിൻ്റെ 600 ബിലോ ആണ് കേട്ടോ. ഇനി ഞാൻ ഇതേപോലത്തെ തന്നെ ഒരു കളർ വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുള്ളത് റെഡ് ആയിരുന്നു. പിന്നെ അത് ഭയങ്കര എല്ലാവർക്കും റെഡ് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണെന്നില്ല. പക്ഷെ കണ്ടപ്പോൾ ഇമേജിലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ അടുത്തതൊരു റെഡ് കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ ചൂസ് ചെയ്തത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഞാൻ ലാസ്റ്റ് എടുക്കുന്ന ഇതാണ് കേട്ടോ. കാരണം അതൊരു നേവി ബ്ലൂവും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വന്നതുകൊണ്ട് അതാണ് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. പക്ഷേ മെറ്റീരിയൽ വൈസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അമ്മ. പക്ഷേ അമ്മക്ക് ഞാൻ ഒത്തിരി ഇങ്ങനെ വൈറ്റ് കളറുള്ളത് ഞാൻ എടുക്കാറില്ല. കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പോയാൽ എനിക്കൊരു തോട്ടാണ്, അത് എൻ്റെ ഒരു തോട്ടാണ്. ഇപ്പം എല്ലാവരും വൈറ്റ് ബ്ലൗസും വൈറ്റ് കളർ സാരിയൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് അതിലെനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതും ഞാൻ കാണിച്ചു തരാം. അതും കൂടെ ഞാനിപ്പോൾ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാരി എന്ന് പറയുന്നത്. ഡിസൈന് കാര്യങ്ങളൊക്കെ വലിയ തെറ്റില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു പ്രൈസിന് വെച്ചിട്ട് എനിക്കിത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഓൺലൈനായിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ മാത്രമല്ല നമുക്ക് ഷോപ്പിൽ പോയിട്ടില്ല, ഇപ്പോൾ മഴയൊക്കെയല്ലേ വരുന്നത്, ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഈ നനഞ്ഞിരിക്കുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് വലിയ സീന് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാം, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് 5 സാരികളാണ്. എനിക്ക് ആമസോണിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം അതാണ്. കാരണം റീഫണ്ടിൻ്റെ കാര്യമായാലും റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യമായാലും ഒന്നിലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് വേഗത്തിൽ പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഡേറ്റ് മറക്കണ്ട, 20-21 തീയതികളിൽ പ്രൈം ഡേ സെയിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.